നമ്മുടെ ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. അപ്പോൾ ഓണം വന്നെത്തിയില്ലേ കൊല്ലത്തെ. അപ്പോൾ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട്. തൃക്കാക്കരിയപ്പനെ വെള്ളം പൂശാനും പൂ വയ്ക്കാനും മറന്നിട്ട് ഞാനും അമ്മയും. അപ്പോൾ വലിയ പൂക്കളൊന്നുമില്ല, ഉണ്ണികൾ എന്നിട്ട് പൂക്കളം തന്നെ. പറയേ ആർപ്പേ പറയേ ആർപ്പേ. അപ്പോൾ ഓണമൊക്കെ കൊണ്ട് തൊട്ട് തൊഴുത് അങ്ങനെ നേരെ അമ്മയും ഞാനും അടുക്കളയിലോട്ട് പോയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ തലേദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടടയും നാളികേരപ്പാലും മതിയിട്ടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഓട്ടടയും നാളികേരപ്പാലും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ കാലത്ത് ചായ കഴിച്ചിട്ടാണ്. ഇനി ഉച്ചക്കത്തെ ഊണെന്ന് പറഞ്ഞാൽ ഊണായിട്ടുണ്ട്, പപ്പടമായിട്ടുണ്ട്, ചിക്കൻ കറി, പിന്നെ സാമ്പാർ, അവിയൽ, പായസം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഈ 3 കറികൾ മാത്രം ഉണ്ടാക്കിയുള്ളൂ ഞങ്ങൾ. അപ്പോൾ കൃത്യം 1 മണിയായപ്പോൾ പായ നിർത്തിയിട്ട് ഇല നിർത്തിയിട്ടിട്ട് അങ്ങനെ തന്നെ ചോറ് വിളമ്പാനായിട്ട് ഇരുന്നിട്ട് അമ്മയും അച്ഛനും ഇരിക്കില്ല. കാരണം അച്ഛനും അമ്മയ്ക്കും മുട്ട് ഭയങ്കര വേദന തന്നെ, ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേക്കാൻ ഭയങ്കര പഠനം. അപ്പോൾ ഞാനും ചേട്ടനും ഉണ്ണികളും വാഴയിലയിൽ കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ശീലമാണത്. ഓണായാലും വിഷു ആയാലും വാഴയിലയിൽ എല്ലാവരും ഇരുന്ന് കഴിക്കണം എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണത്. അല്ലെങ്കിൽ ഞാൻ തല്ലുണ്ടാക്കി ഞാൻ ഇരുത്തി തീറ്റിപ്പിക്കൂട്ടോ എല്ലാവരും. അപ്പോൾ അതൊക്കെ വിളമ്പി ഞാനും ചേട്ടനും ഉണ്ണികളൊക്കെ നല്ലോണം തിന്ന് അമ്മ വിളമ്പി തന്നിട്ടേ ഇന്ന് ചോറ് തിന്ന് 2-2:30 ആയപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ചേട്ടൻ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഡ്രസ്സ് മാത്രം കൊണ്ടുപോകണമല്ലോ. ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ചന്ദ്രാപിന്നിയിൽ തിരിച്ച് പോരണം കേട്ടോ. തിങ്കളാഴ്ച സ്കൂൾ തുറക്കണമല്ലേ. അപ്പോൾ വീടെത്തി ദിയക്കുട്ടി അച്ഛനും ഉമ്മൊക്കെ കൊടുത്ത് നടക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വല്യമ്മ വിളിച്ച് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗീത സജിലം വന്നില്ലെന്ന് വെച്ചപ്പോൾ വൈകുന്നേരം വരൂട്ടാ മോളെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണ്ട. പെയ്ത്ത് വെള്ളം കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എന്തെന്നെ ആയാലും ഓണത്തിന് ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് മാനൊക്കെ. അതൊരു സന്തോഷം കേട്ടോ. വെല്ലിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണികൾക്ക് ഡ്രസ്സ് അച്ഛൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കി.